ഇനി ഏതാ ഈശോയുടെ ഇപ്പൊ പറയുന്നതില് ഒരു കാര്യം പറയാൻ ആഗ്രഹമുള്ളത്. ഈ ആശ്രമത്തില് ഒരു ധ്യാനം കൂടിയിട്ടാണ് ഞാൻ വൊക്കേഷൻ ആൻസർ ചെയ്യുന്നത്. അപ്പൊ അതിപ്പോ ഒരു ധ്യാനം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, 1 day retreat. അപ്പൊ ആ ധ്യാനങ്ങളിലൊക്കെ കേൾക്കുമ്പോ ഞാൻ ഈ കാര്യമാണ് തിരിച്ചറിഞ്ഞത്. ഇതെങ്ങനെ ഇങ്ങനെ പറയണ ഈശോനെ പറ്റി, ഇതെങ്ങനെ ഇത്രയും സ്നേഹം തോന്നണ ഈശോനെ പറ്റി, ഈശോ ആക്ച്വലി എ ലിവിങ് പേഴ്സൺ എന്നൊക്കെ. അപ്പൊ എനിക്ക് ഒരു ഉള്ളിൽ ചോദിക്കാൻ തോന്നി, ലൈക്ക് ഇപ്പോഴത്തെ യൂത്ത്, എസ്പെഷ്യലി ഈ ക്രിസ്ത്യൻ ആയിട്ടുള്ള യൂത്ത്, അവർക്കൊക്കെ ദേ ഓൾറെഡി ഹാവ് ദാറ്റ് ഒരു വിശ്വാസത്തിന്റെ റൂട്ട് ഉള്ളില്. അവരുടെ ഗ്രാൻഡ് പേരൻസോ അവരുടെ പേരൻസോ വഴിയായിട്ട് ഒരു റൂട്ട് ഉണ്ട്. പക്ഷെ കുറെ ചെളിയും മണ്ണും വാരിയിട്ട് അത് ആകെ മൂടി കിടക്കുക. പക്ഷെ ഉള്ളില് when they hear പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ, പക്ഷെ ഒരു മൂടലുള്ളുണ്ട്. But when they hear something like this, it is like a sword striking down, and ഇതിങ്ങനെ വിവേചിച്ച് അവർക്ക് ഒരു ലൈറ്റ് ഉള്ളിലേക്ക്. അതാണ് ഈശോയുടെ വേറൊരു ലോജിക്. ഈശോ ദൈവവചനമായിരുന്നു, വാ തുറന്ന ദൈവവചനം വന്നു. അതായത് ഉള്ളിൽ നിറച്ചും വചനം, വാ തുറക്കുമ്പോഴും ഹൃദയത്തിന്റെ നിറവിൽ നിന്ന് അധരം സംസാരിച്ചു.